സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ സുധാകരൻ പഴയൂർ. കുറെ കാലമായി സുഹൃത്തുക്കൾ പറയണു പഴയൂർ പുരാണം വാമൊഴിയിൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാനായിട്ട്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. അസുഖബാധിതനായി, പ്രഷർ, ഷുഗർ, ആസ്മ, ആമവാദം എല്ലാം കൂടി വന്ന് ഒന്നിനും പറ്റാത്ത സാഹചര്യത്തിലായി. ഇപ്പൊ ചികിത്സയിലാണ്. ഒരുവിധമൊക്കെ സമാധാനമായി. ആദ്യം സെക്കൻഡിന് ഓരോ ചുമ വെച്ച് ചുമച്ചിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ സമാധാനമായിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടുകാരനായ കോരഞ്ചേട്ടന്റെ കഥയാണ്. സാധു മനുഷ്യനാണ് കോരഞ്ചേട്ടൻ. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ വയൽ കിടന്നപ്പുറമുള്ള അടുത്ത ഗ്രാമത്തില് അതിസമ്പന്നനായ ഒരു ആളുടെ വീട്ടില് പണിക്ക് നിൽക്കുകയാണ് മൂപ്പര്. അപ്പൊ രാത്രി പാടത്ത് വെള്ളം കൂട്ടാനായിട്ട് മൂപ്പര് പറഞ്ഞയച്ചു. 100 ജില്ലാൻ പറിക്ക് നല്ലുണ്ട് അവിടെ തന്നെ മുതലാളിക്ക്. അത് മുഴുവൻ വെള്ളം കൂട്ടി വരുമ്പോൾ നേരം വെളുത്തു. കോരഞ്ചേട്ടന് ഉറങ്ങാൻ സാധിച്ചില്ല. കോരഞ്ചേട്ടൻ മനസ്സിൽ കണക്കൂട്ടി ചെന്നിട്ട് ഉച്ചയ്ക്ക് കുറച്ച് കള്ളൊക്കെ കുടിച്ച് ഊണ് കഴിച്ച് സുഖമായിട്ട് കയ്യായിലേക്ക് കിടന്നിട്ട് ഒരു ഉറക്കം ഉറങ്ങണം. അത് പ്രകാരം 2 കുപ്പി കള്ള് വാങ്ങി കുടിച്ചു എന്ന് പറഞ്ഞാൽ അതിവീര്യമുള്ള കള്ളാണ്. ഞങ്ങളുടെ മേഖലയിലത്തെ കള്ള് അന്തിക്കാടിന്റെ അല്ലിക്കള്ള് എന്ന് പറയും. കള്ള് ലഹരി മൂത്ത് വരുമ്പോ പോത്തിന് വെള്ളം കൊടുക്കായിരുന്നേ. അപ്പൊ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, പിള്ളേരൊക്കെ പഴയൂർ കൊണ്ടുപോയിട്ട് പൂരം കാണിച്ചിട്ട് വരാം. കോരഞ്ചേട്ടന്റെ അവസ്ഥ എന്താണെന്ന് മുതലാളിയോട് പറയാൻ പറ്റുമോ? തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലമാണ്. കോരഞ്ചേട്ടൻ പിള്ളേരെയും കൊണ്ട് പാടത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് നേരെ തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് ക്രോസ് ചെയ്ത് കയറി പഴയൂർ അമ്പലത്തിൽ ചെന്നപ്പോ ആനകളെ ചമയണിച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾക്ക് ആനയെ കണ്ടപ്പോ സന്തോഷമായി. പിള്ളേരെ അറിയത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ എപ്പോ ഒന്ന് വിളിക്കണോ അപ്പോഴേ ഇവിടുന്ന് എണീക്കാൻ പാടുള്ളൂ. കുട്ടികൾ എന്ന് പറയും. കോരഞ്ചേട്ടൻ പുറത്തേക്ക് കിടന്നിട്ട് എവിടെയാണ് ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലം എന്ന് അന്വേഷിച്ച് നടക്കുക. അപ്പൊ അമ്പലത്തിന്റെ അറിയത്ത് നിറയെ ആളുകൾ, സത്രത്തില് കൊട്ടുകാരും കഥകളിക്കാരും. ആൽത്തറ ഉണ്ട്. പിന്നെ ആൽത്തറ ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ട് ഒരു ഭാഗം നല്ലതുണ്ട്. അവിടെ ആനയ്ക്കുള്ള പട്ട കൊണ്ടുവന്ന് അടക്കിക്കൊണ്ടിരിക്കുക. പൂരം കഴിയോളൊന്നും മയങ്ങാന്നുള്ള ഉദ്ദേശത്തില് കോരഞ്ചേട്ടൻ ഈ പട്ടയിൽ കയറി കിടന്നു. മേടവയില് നല്ല തണുപ്പ്. മോളിന്ന് കൂടി തണുപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കോരഞ്ചേട്ടൻ ഒരു പട്ട പൊക്കിയിട്ട് മേലെ വെച്ചു. ആന കിടന്നു. ആനക്കാര് പട്ട ചുവന്നു കൊണ്ടുവരണേ തോളക്ക് കൊണ്ടുവന്നു. അവരിതിന്റെ മേലെ വെച്ചു. വീണ്ടും പോയി വീണ്ടും കൊണ്ടുവന്നു. ആവശ്യത്തിന് പട്ടയപ്പോ അത് വള്ളി കൊരുത്ത് മുറിച്ച് കെട്ടി. കഥയൊന്നും അറിയാണ്ട് കോരഞ്ചേട്ടൻ ഉറക്കം തുറന്നു അതിൻ്റെ ഉള്ളില്. അങ്ങനെ പൂരം കഴിഞ്ഞിട്ട് ചമയങ്ങൾ അഴിച്ചിട്ട് കുട്ടിച്ചിദംബരം എന്ന് പറഞ്ഞിട്ട് പട്ടി വികൃതിയായ ഒരു ആനയുണ്ട്. നല്ല ആനയായിരുന്നു. ആനയെ കൊണ്ടുവന്ന് പട്ട താങ്ങാൻ പറഞ്ഞപ്പോ ആന കൂട്ടാക്കിയില്ല. ആന അതിൻ്റെ ഉള്ളിൽ മനുഷ്യബന്ധം മനസ്സിലാക്കി. പിന്നെയും പറഞ്ഞിട്ട് കേൾക്കാണ്ടായപ്പോ പാപ്പന്മാർ ആനയെ അടിച്ചപ്പോ ആന കൊമ്പിട്ട് അടി കൂടെ കോരിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനൊന്ന് വിട്ടുപിടിക്കല്ലോ ബാലൻസ് ചെയ്യാൻ. അപ്പൊ കോരഞ്ചേട്ടൻ ഊർന്ന് തലകുത്തി ചരൽ മണ്ണിലേക്ക് വീണു. അപ്പോൾ ആൾ ഉറക്കം ഞെട്ടിയത് നോക്കിയപ്പോ ആനയുടെ താടച്ചോട്ടിലിരിക്കുന്നത്. പാതി ജീവൻ പോയി കോരഞ്ചേട്ടന്റെ. പാപ്പാൻ കാരക്കോലുകൊണ്ട് ഒരു കീറങ്ങട് കൊടുത്തു. അവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞു കോരഞ്ചേട്ടൻ. പൂരത്തിന് വന്നവരൊക്കെ ആർത്തി ചിരിച്ചു.